വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിന്റെ കൃപയാൽ കർത്താവ് വീണ്ടും നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി തന്നു. ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ സന്ധിക്കുവാൻ കർത്താവ് തന്ന അവസരത്തെ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ദൈവം അവസരം തന്നാൽ നാളെ ബാക്കി കാര്യങ്ങൾ പറയാമെന്ന്. അതുകൊണ്ട് നമ്മൾ ചിന്തിച്ചു വരുന്ന കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. മരണം ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണോ? എല്ലാവർക്കും സന്തോഷപ്രദമായിരിക്കില്ല. എന്നാൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം സന്തോഷപ്രദമാണോ എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. അതിന് രണ്ട് ഉത്തരമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഒന്ന്, അത് സന്തോഷപ്രദമാണ്, കാരണം അതൊരു ഉറക്കമാണ് അല്ലെങ്കിൽ നിദ്രയാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ നിദ്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മരിച്ച ശേഷം നമ്മൾ ഉറങ്ങുക എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഈ ശരീരത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ്. ആത്മാവും പ്രാണനും സ്വർഗത്തിൽ അവിടെ ഉറങ്ങുകയല്ല, അവിടെ സന്തോഷിക്കുക, കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഇവിടുത്തെ ശരീരത്തോടുള്ള ബന്ധത്തിൽ മാത്രമാണ് ആ ഉറക്കം. രണ്ടാമത് നമ്മൾ കണ്ടത് അതൊരു ഗൃഹപ്രവേശനമാണെന്ന്. ഒരു പഴഞ്ചൻ വീട്ടിൽ നിന്നും ഒരു കുടിലിൽ നിന്നും കൊട്ടാരത്തിലേക്ക് മാറുന്നതിന് അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായ ഒരു അനുഭവമാണെന്നാണ് നമ്മൾ മരണാനന്തര ജീവിതത്തിൽ രണ്ടാമതേ കണ്ടത്. ഇന്ന് നമ്മൾക്ക് സന്തോഷിക്കുവാനുള്ള മൂന്നാമത്തെ കാരണം ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഫിലിപ്പ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 23-ാം വാക്യം വായിച്ചുകൊണ്ടാണ്. ഫിലിപ്പ് ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ്ലീഹ താൻ പറയുന്ന ഒരു വലിയ ശ്രേഷ്ഠമായ കാര്യം, ഇവ രണ്ടിനാലും ഞാൻ ഞരങ്ങുന്നു, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ, അത് അത്യുത്തമമല്ലോ. വിട്ടുപിരിഞ്ഞാൽ ക്രിസ്തുവിനോട് കൂടെ. എത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമാണ്. നമ്മൾ ഈ ലോകയാത്രയെ അവസാനിച്ചു കഴിയുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പിന്നെ പോകുന്നത് കർത്താവിനോട് കൂടെയാണ്. നമുക്കറിയാം, പഴയ നിയമ വിശുദ്ധന്മാരെല്ലാം മരിച്ചു കഴിഞ്ഞാൽ പോയിക്കൊണ്ടിരുന്നത് മേലത്തെ പാതാളം അല്ലെങ്കിൽ അബ്രഹാമിന്റെ മടി, പർദീസ, അത് ഈ ഭൂമിക്ക് അകത്തുള്ള ഒരു വിഷയമാണ്. എന്നാൽ ഇന്ന് മരിക്കുന്ന വിശുദ്ധന്മാർ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് മരിക്കുന്ന വിശുദ്ധന്മാർ നേരെ മൂന്നാമത്തെ സ്വർഗം, സ്വർഗീയ പർദീസയിലേക്കാണ് പോകുന്നത്. വളരെ വിലപ്പെട്ട കാര്യമാണ്. ദൈവം നമ്മുടെ കർത്താവ് എവിടെയായിരിക്കുന്നോ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് അനേകർക്ക് അറിഞ്ഞുകൂടാ. ഇന്നും പലരും ചിന്തിക്കുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ പാതാളത്തിലേക്ക് അല്ലെങ്കിൽ ആ ലാസർ പോയ ഇടത്തേക്ക് ഇല്ല. ഇന്നങ്ങനെയല്ല. കർത്താവ് മരിച്ചു ഉയർത്തെഴുന്നേറ്റപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാരുമായിട്ടാണ് താൻ സ്വർഗത്തിലേക്ക് പോയത്. അത് നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 10 വരെ വായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ താൻ ഈ വിശുദ്ധന്മാരുമായിട്ട് ഉയരങ്ങളിലേക്ക് പോയി. ഇന്ന് ആ പാതാളം എന്തിയാണ്? ഇന്ന് അവിടെ ആരുമില്ല. ഇന്ന് അങ്ങോട്ട് വിശുദ്ധന്മാരാരും പോകുന്നുമില്ല. ഇന്ന് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് സ്വർഗത്തിലേക്കാണ്, കർത്താവിലേക്ക്. നമ്മൾ കണ്ടില്ലേ, പിന്നെ സ്തെഫാനോസ് മരിക്കുമ്പോൾ കർത്താവ് പിന്നെ മഹിമയുടെ വലത്തുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നതും തൻ്റെ ആത്മാവിനെ താൻ കൈക്കൊള്ളുന്നതുമായിട്ടുള്ള കാര്യം നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ മരിക്കുമ്പോൾ അത് ഇവിടെ പൗലോസ്ലീഹ പറയാണ്, തന്നെ സംബന്ധിച്ചിടത്തോളം അത് ഉത്തമമല്ല, അത്യുത്തമമല്ലോ എന്നാണ്. അത്യുത്തമം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും ഉത്തമമായിട്ടുള്ള ഒന്നുമില്ല. ഉത്തമന്മാര് നമ്മൾ യെശയ്യാ പ്രവചനം നമ്മൾ 32-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഉത്തമനോ ഉത്തമ കാര്യങ്ങളെ ചിന്തിക്കുന്നു, ഉത്തമ കാര്യങ്ങളിൽ അവൻ ഉറ്റുനിൽക്കുന്നു. ഉത്തമൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിൻ്റെ ഒരു ദാസനാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വേണ്ട എപ്പോഴുള്ള കാര്യങ്ങൾ, ഏറ്റവും നല്ല കാര്യങ്ങൾ, നിത്യതയോടുള്ള ബന്ധത്തിൽ അത് ആഗ്രഹിക്കാനുള്ളതാണ്. നമ്മൾക്കറിയാം, നമ്മൾ ബെരോവയിലെ വിശ്വാസത്തെക്കുറിച്ച് പൗലോസ്ലീഹ പിന്നെ അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ തെസ്സലോനിക്കയിലുള്ളവരേക്കാൾ ഉത്തമന്മാരായിരുന്നു. നോക്കുക, അവരുടെ ആ സ്വഭാവം വളരെ ഉത്തമത്വമായിരുന്നു. ചിന്തിക്കേണ്ട കാര്യമാണ്. അവര് വചനം കേൾക്കുന്നത് അങ്ങനെ തന്നെയോ എന്ന്
ഓരോ ദിവസവും ദിനം പ്രതി തിരുവെഴുത്തുകളെ ശോധന ചെയ്തു. കാരണം അന്നൊക്കെ ഇന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ ബൈബിൾ എല്ലായിടത്തും ഇല്ല. അതുകൊണ്ട് കേൾക്കുന്ന വചനങ്ങൾ സിനഗോഗിൽ പോയി അതങ്ങനെ തന്നെയാണോ എന്ന് അവർ പരിശോധിച്ചു. ചിന്തിക്കണം, അതൊക്കെയാ നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ജീവിതത്തിൽ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഈ ലോക ജീവിതത്തെക്കാളും അവൻ ഏറ്റവും ആഗ്രഹിക്കുന്നത്, ഏറ്റവും അവൻ അത്യുത്തമമായ കാര്യം മരിച്ച് കർത്താവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായം, 2 കൊരിന്ത്യർ അതിന്റെ 5-ാം അധ്യായം 5-ന്റെ 8-ാം വാക്യം. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. കണ്ടോ, ഞങ്ങൾ കർത്താവിനോട് കൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതിന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നത്, അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. അപ്പോൾ എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കുക എത്ര ശ്രേഷ്ഠമായ ജീവിതമാണ് പ്രിയമുള്ളവരെ. ഒരു വിശുദ്ധന്റെ ജീവിതം എത്ര ധന്യമായ ജീവിതമാണ് എന്ന് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളവും ഏറ്റവും പ്രിയനായ വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് മരണം. അപ്പൊ ഇവിടെ മരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ജീവിതത്തിൽ പ്രിയം വെച്ചവന്റെ അടുക്കിലേക്ക് പോകുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ പ്രിയപ്പെടുന്ന, നിങ്ങൾ സ്നേഹിക്കുന്ന നല്ല ഉറ്റ സ്നേഹിതർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് കാണുക, അവരുമായിട്ട് സമയം ചെലവഴിക്കുക എന്നുള്ളത് നമുക്ക് എത്ര സന്തോഷമായിരിക്കും. അതെ, ഇത് അതിനേക്കാൾ ഏറ്റവും വലുതായ കാര്യമാണ്. ഒരു വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്റെ ജീവിതത്തിൽ അവൻ കർത്താവിനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന മറ്റൊന്നുമില്ല. അവന് ഏറ്റവും വലിയ സ്നേഹം കർത്താവിനോടുള്ള സ്നേഹമാണ്. അല്ലെങ്കിൽ അവൻ കർത്താവിന് യോഗ്യനല്ല. നമ്മളെ കർത്താവിന്റെ പഠിപ്പിക്കലുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. നമ്മൾ കർത്താവിന്റെ മത്തായിയുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായം, അതിന്റെ മത്തായി 10-ാം അധ്യായം അതിന്റെ 37, 38, 39 വാക്യങ്ങൾ ഞാൻ വായിക്കാം. വളരെ ശ്രദ്ധിക്കണേ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. കണ്ടോ അയോഗ്യത? നമ്മൾ ചിന്തിക്കണം. എന്ന് വെച്ചാൽ നമ്മളെ രക്ഷിച്ച കർത്താവിനേക്കാൾ അധികമായിട്ട് നമുക്ക് മറ്റ് യാതൊരു വിധത്തിലുള്ള സ്നേഹബന്ധങ്ങളും പാടില്ല. അത് കർത്താവിന് സഹിക്കില്ല. നമ്മൾ ചിന്തിക്കണം. അപ്പോൾ നമ്മൾ മരണത്തിലൂടെ നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവിന്റെ അടുക്കിലേക്ക് പോകാന്ന് പറയുമ്പോൾ അത് അത്യുത്തമം തന്നെയല്ലേ? നിശ്ചയമായും പ്രിയമുള്ളവരെ, ഒരു മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം അത് അത്യുത്തമമായ കാര്യം തന്നെയാണ്. അപ്പോൾ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുന്ന അനുഭവം അത് ഏറ്റവും സന്തോഷപ്രദമാണ്. അപ്പം നമുക്ക് മരണമെന്ന് കേൾക്കുമ്പോൾ നമുക്കൊരിക്കലും ഒരു ദുഃഖം തോന്നിയല്ല. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കണം, നമുക്കുള്ള ആരേക്കാളും സ്വന്തം ജീവനേക്കാളും അധികം കർത്താവിനെ സ്നേഹിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മൾ നോക്കണമേ, അങ്ങനെ സ്നേഹിക്കാത്ത ഒരുവൻ കർത്താവിന് യോഗ്യനല്ലെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നവരാണെങ്കിൽ ഇന്ന് അങ്ങനെ എത്ര പേർ ഈ സത്യം മനസ്സിലാക്കി അങ്ങനെ സമർപ്പണത്തോടെ ജീവിക്കുന്നുണ്ട് എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിന് മറ്റുള്ള എല്ലാ ബന്ധങ്ങളെക്കാളും അധികമായി കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു സ്നേഹബന്ധം ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും പലരും തന്നെ സ്നേഹിക്കുന്ന അനുഭവമുണ്ട്. എന്നാൽ തന്റെ പ്രാണനെയും കൂടി അപ്രിയമായി കാണുന്നില്ല എങ്കിൽ അവൻ യോഗ്യനല്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. നമ്മൾ ചിന്തിക്കുക. അതുകൊണ്ടാണ് കർത്താവ് ലൂക്കോസ് 9:23 പറഞ്ഞില്ലേ, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ തന്നെ താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. അപ്പം കർത്താവിന്റെ ക്രൂശല്ല, തന്റെ ക്രൂശ് എന്ന് വെച്ചാൽ പറയുന്ന സാരം ചിലത് ഇതിനെ കഷ്ടങ്ങളായിട്ടൊക്കെ കാണാറുണ്ട്. കഷ്ടങ്ങളെ കുറിച്ചല്ല പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള ആ ഒരുക്കം, എന്തിനും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി
എന്തുമാകുവാനുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ നമ്മൾ പോകുന്നില്ല എങ്കിൽ നമ്മൾ ശരിക്കും കർത്താവിനെ അനുഗമിക്കുന്നു എന്ന് പറയാൻ കഴിയില്ല. ഇന്ന് നമുക്ക് യഥാർത്ഥമായിട്ടും കർത്താവിനെ അനുഗമിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ഇന്നത്തെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ ഞാൻ കർത്താവിനെ തന്നെ അനുഗമിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഇന്ന് നമ്മൾ ഇത്രമാത്രം പ്രിയപ്പെടുന്ന കർത്താവിനോട് കൂടെ നമ്മൾ എത്ര സമയം ചെലവഴിച്ചു? ഈ കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഒരു ചിന്തനീയമായ കാര്യം തന്നെയല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ്ലീഹയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന് വേണ്ടി എന്താണ് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 21:13 വായിക്കുന്നുണ്ട്. ഞാൻ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല കർത്താവിന് വേണ്ടി മരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അതാ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്തുള്ള ജീവിതയാത്ര. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യമല്ലേ പ്രിയമുള്ളവരെ? നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഈ കർത്താവിന് വേണ്ടി മരിക്കുവാനുള്ള ആ ഒരുക്കം, എത്രയും വേഗം നമ്മൾ കർത്താവിലേക്ക് ചെല്ലുവാൻ, അവിടത്തോടു കൂടെ നിത്യത ചെലവഴിക്കുവാൻ, നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കുന്ന അനുഭവം എത്ര വലുതാ. അപ്പോൾ ഒരു വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം, രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം മരണം എന്നുള്ളത് വളരെ സന്തോഷിക്കാൻ തക്കവണ്ണമുള്ള ഒരു കാര്യമാണ്. സന്തോഷപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നമ്മൾ പ്രിയം വെച്ച വ്യക്തിയുടെ അടുക്കിലേക്ക് പോകുകയാണ് മരണം എന്നുള്ളത്. സന്തോഷപ്രദമല്ലേ? നമ്മൾ ഏറ്റവും പ്രിയം വെച്ചിരിക്കുന്ന ആരിലാണ്? ഈ കർത്താവിൽ തന്നെയല്ലേ? നമ്മൾ പരിശോധിക്കുന്നതായിരിക്കും. വീണ്ടും നമ്മൾ നാലാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വിശ്രമം എന്നുള്ളതാണ്. മരണം ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വിശ്രമം എങ്ങനെയുള്ള വിശ്രമമാണ്? അവന്റെ പകലത്തെ ആ പ്രയത്നമെല്ലാം കഴിഞ്ഞ് തന്റെ യജമാനൻ തനിക്ക് പ്രതിഫലവുമായി വരുന്നത് പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് അതിന് മുൻപുള്ള ഒരു വിശ്രമ സമയമാണ് എന്ന് ഞാൻ ഇതിനു മുമ്പുള്ള അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഞാൻ ദാനിയേൽ പ്രവചനം അതിന്റെ 12-ാം അധ്യായത്തിലെ 13-ാം വാക്യം അത് നമ്മൾ വായിക്കുന്നത്, നീയോ അവസാനം വരുവോളോ പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് ദൈവസന്നിധിയിൽ നിന്റെ ഓഹരി ലയിപ്പാൻ എഴുന്നേൽക്കും. അപ്പോൾ നമുക്ക് ഈ മരണം എന്നുള്ളത് ഒരു വിശ്രമം. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക കാര്യം ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു വെച്ചാല്, നമുക്കറിയാം, നമ്മൾ ഇതിനു മുൻപ് കണ്ട വാക്യമാണ് വെളിപ്പാട് പുസ്തകം 14:13. അവിടെ വായിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത് എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന വൃദ്ധന്മാർ ഭാഗ്യവാന്മാർ, അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നും വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു. നമ്മൾ ചിന്തിക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മരണാനന്തരം നമുക്ക് വലിയ പ്രതിഫലങ്ങൾ നമുക്ക് പ്രാപിക്കാനായിട്ട് പോകുകയാണ്. ഈ ചെറിയൊരു വിശ്രമത്തോട് ചേർന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്നത് വലിയ പ്രതിഫലങ്ങളാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം തന്നെ അവസാന പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാം വാക്യത്തിൽ വായിക്കുന്നത് എന്തുവാ? ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. ഓരോരുത്തന് അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എന്റെ പക്കലുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കർത്താവിന് വേണ്ടി രാവും പകലും അധ്വാനിച്ചു. കർത്താവിന്റെ നാമമഹത്വത്തിനു വേണ്ടി കർത്താവ് നമ്മളെ നിയോഗിച്ചെടുത്തൊക്കെ നമ്മൾ എങ്ങനെ അധ്വാനിച്ചു, എന്തിനു വേണ്ടി അധ്വാനിച്ചു എന്നുള്ളത് ചിന്തനീയമായ കാര്യമാണ്. കാരണം നമുക്കെല്ലാം വളരെ സുപരിചിതമായൊരു വാക്യമാണ് 2 കൊരിന്ത്യർ 5:10. നാം ജഡത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമ്മൾ വെളിപ്പെടേണ്ടതാവുന്നു. നമ്മൾക്ക് മരണാനന്തരം നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നമുക്ക് ശിക്ഷാവിധിയില്ല, എന്നാൽ ന്യായവിധിയുണ്ടോ എന്നുള്ള കാര്യം മറക്കരുത്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ശരീരത്തിൽ വസിച്ചപ്പോൾ ചെയ്ത പ്രവൃത്തികൾക്ക് പ്രതിഫലം പ്രാപിക്കുവാൻ. പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് പ്രതിഫലം പ്രാപിക്കാനാണ് പോകുന്നേ? നമുക്ക് എന്തായിരിക്കും കിട്ടുക? നമുക്ക് അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ടോ? ഈ മരണമെന്ന ഈ വിശ്രമം
ഈ വിശ്രമത്തോടു കൂടി നമുക്ക് ലഭിക്കാൻ പോകുന്നത് പ്രതിഫലങ്ങളാണ്. എന്ത് പ്രതിഫലം നമ്മൾ പ്രാപിക്കും? നമ്മൾ ചെയ്ത ഈ ലോകത്തിൽ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കൂട്ടിയ ഓരോ കാര്യങ്ങളും ഏത് നിലയിലായിരുന്നു എന്ന് നമ്മൾ കാണണം. ഞാൻ ഇതിനു മുൻപും ക്ലാസ്സുകളിൽ നമുക്ക് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം ലഭിക്കുന്ന പ്രവർത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ എന്നറിയുന്നത് ന്യായാസനത്തിന് മുമ്പിലാണ്. പലപ്പോഴും നമ്മൾ ചെയ്തിരിക്കുന്നതൊക്കെ വൈക്കോൽ കൂനകളാണ്. കാണാനായിട്ട് ഒരുപാടുണ്ട്. എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടി, മറ്റുള്ളവരിൽ നിന്നും ബഹുമാനം ലഭിക്കാൻ വേണ്ടി, മറ്റുള്ളവരിൽ നിന്നും ആദരവ് ലഭിക്കാൻ വേണ്ടി, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു നല്ല ഒരു വ്യക്തിയാണ് എന്ന് കാണിക്കാൻ, ഭക്തനാണെന്ന് കാണിക്കാൻ വേണ്ടിയൊക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാകാം. അതിനൊന്നും നമുക്ക് നിത്യതയിൽ പ്രതിഫലം ലഭിക്കില്ല. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവന്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ട് വരും. ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തന്റെ പ്രവൃത്തി വെന്തുപോയെങ്കിലും അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും. എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. നിങ്ങൾ ഈ ഭാഗം വായിച്ചിട്ടില്ലേ? ശ്രദ്ധിക്കാറില്ലേ? പ്രിയ ദൈവമക്കളെ, നമ്മളെല്ലാവരും വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമുക്ക് പ്രതിഫലമുണ്ട്. എൻ്റെ നാമത്തിൽ ആരെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവന് പ്രതിഫലം കിട്ടാതിരിക്കില്ല എന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? നമ്മൾ ചെയ്യുന്നത് കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. അത് ആത്മപ്രേരിതമായിരിക്കണം. നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തി വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ അറിയാൻ പാടില്ല. നമ്മൾ കർത്താവിന് മാത്രം മഹത്വം കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് പ്രതിഫലമില്ല. എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാമല്ലോ, നമുക്ക് നമ്മുടെ സ്വയത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ദേഹിയിലൂടെ നമ്മൾ അനേകം നല്ല കാര്യങ്ങൾ ചെയ്യും, അതിനൊന്നും നമുക്ക് പ്രതിഫലമില്ല. ഞാൻ യഥാർത്ഥമായും ആത്മാവിൻ്റെ നടത്തിപ്പിലൂടെ ആത്മപ്രേരിതമായി കർത്താവിന് മഹത്വം ലഭിക്കണമെന്നുള്ള ഏക ആഗ്രഹത്തിലും ലക്ഷ്യത്തിലും നമ്മൾ ചെയ്യാത്ത പ്രവർത്തനങ്ങൾക്കൊന്നും അവിടെ പ്രതിഫലം ഉണ്ടായില്ല. അപ്പോൾ അത് തീ തന്നെ ശോധന ചെയ്യുന്ന, നമ്മളെയല്ല തീയിലേക്ക് ഇടുന്നേ. ചിലർ അങ്ങനെയും തെറ്റിദ്ധരിക്കാറുണ്ട്. നമ്മൾ ഇതെല്ലാം എടുത്തുകൊണ്ട് നമ്മൾ ആ തീയിലൂടെ കടന്നു, നമ്മൾ പോകുന്നില്ല, നമ്മുടെ പ്രവൃത്തികൾ മാത്രം തീയിലൂടെ കടന്നു പോകും. അപ്പോൾ അവിടെ നമ്മൾ കണ്ടത് 6 കൂട്ട വസ്തുക്കളെ കൊണ്ടാണ്. അപ്പോൾ സ്വർണം, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ. അപ്പോൾ ഇതിൽ 3 കാര്യങ്ങൾ തീയിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ അത് വെന്തുപോകും. മരവും പുല്ലും വൈക്കോലും വെന്തുപോകും, ഒരു പിടി ചാരമായി മാറും. എന്നാൽ സ്വർണവും വെള്ളിയും വിലയേറിയ കല്ലും ആ തീയിലൂടെ കടന്നു വരുമ്പോൾ അവയ്ക്ക് യാതൊരു ഹാനിയും ഉണ്ടാകുന്നില്ല. അതൊന്നുകൂടെ തിളങ്ങത്തക്ക നിലയിൽ അത് കടന്നു വരും. അതിന്റെ അർത്ഥം നമ്മൾ ദൈവീകമായ, സ്വർണ്ണം എപ്പോഴും ദിവ്യ സ്വഭാവത്തെ കാണിക്കുന്നതാണ്, വെള്ളി വീണ്ടെടുപ്പിനെ കാണിക്കുന്നതാണ്, വിലയേറിയ കല്ല് രക്ഷിക്കപ്പെട്ട ഓരോ വിശുദ്ധനെയും കാണിക്കുന്നതാണ്. അതിന്റെ സാരം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ട ദൈവവൈതൽ ഈ വീണ്ടെടുപ്പിന്റെ സന്തോഷത്തിൽ ആത്മനിയോഗത്തിലൂടെ ദൈവഹിതം മനസ്സിലാക്കി ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കെല്ലാം നിത്യതയിൽ നമുക്ക് പ്രതിഫലമുണ്ട്. അവ കത്തിപ്പോകില്ല. വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കണേ ദൈവമക്കളെ. പലപ്പോഴും പലരും നല്ല കാര്യങ്ങൾ പലതും ചെയ്യാറുണ്ടെങ്കിലും അവർക്ക് ചെയ്യുമ്പോൾ ഒരല്പം പ്രശംസ അവർ ആഗ്രഹിക്കും. ഞാൻ ചെയ്യുന്നത് 4 പേർ അറിയണമെന്നുള്ള ഒരു ആഗ്രഹം പലരുടെയും ഉള്ളിൽ കടന്നുകൂടും. അതെല്ലാം നമ്മുടെ പ്രതിഫലത്തെ നഷ്ടമാക്കളെന്ന അനുഭവമാണ്. അത് വരാതെ നാം സൂക്ഷിക്കണം. നമ്മൾ ചെയ്യുന്നതെല്ലാം കർത്താവിൻ്റെ മാത്രം മഹത്വത്തിന് വേണ്ടിയായിരിക്കണം. ചിലപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പല ദൂഷണങ്ങളും കേൾക്കേണ്ടി വന്നേക്കാം. അതൊന്നും സാരമില്ല. അതിനുപോലും നമുക്ക് നിത്യതയിൽ പ്രതിഫലം കൂടുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടാൻ പാടില്ല.
കർത്താവ് എല്ലാം പിതാവിന്റെ ഹിതത്തിൽ പിതാവിന്റെ മഹത്വത്തിന് വേണ്ടി ചെയ്തതുപോലെ തന്നെ നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവിന് മഹത്വം കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അതാണ് ദൈവം ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അന്ന് ഈ വിശ്രമം കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഈ മരണമെന്ന വിശ്രമം കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏതെല്ലാം നിലയിലുള്ള പ്രതിഫലങ്ങളായിരിക്കും. അത് പ്രതിഫലം പ്രാപിക്കുവാനുള്ള ഒരു സമയമാണ്. അങ്ങനെ പ്രതിഫലം പ്രാപിക്കുന്നത് സന്തോഷമല്ലേ? നിശ്ചയമായിട്ടും ഇത് നിത്യതയോളം നിലനിൽക്കുന്ന പ്രതിഫലങ്ങളാണ്. വാട്ടവും കോട്ടവും ഒന്നും ഇല്ലാത്ത, യാതൊരു മാലിന്യവും ഇല്ലാത്ത, എപ്പോഴും നിലനിൽക്കുന്ന പ്രതിഫലങ്ങളാണ്. അതൊക്കെ എത്ര ശ്രേഷ്ഠമാണെന്ന് നമുക്ക് വർണ്ണിക്കാനായിട്ട് കഴിയുകയില്ല. അത് ദൈവാത്മാവിൽ നമുക്ക് പ്രകാശിപ്പിച്ച് കിട്ടിയാലും സ്വർഗീയമായ കാര്യങ്ങളായതുകൊണ്ട് അതിന് നമുക്കൊരു പരിമിതമായ രീതിയിൽ മാത്രമേ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയൂ. എനിവേ, ഇത് നമ്മൾ മനസ്സിലാക്കുക. 5ാമത്തെ കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മൾ മരണമെന്ന് പറയുമ്പോൾ നമ്മുടെ പിതൃദേശത്തേക്കുള്ള നമ്മുടെ യാത്രയാണ്. നമുക്കറിയാം, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യത്തിൽ വായിക്കുന്നത്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്നും കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. അപ്പം നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അപ്പോൾ നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വദേശം സ്വർഗമാകുന്നു. വീട്ടിൽ ജനിച്ച എല്ലാ ദൈവമക്കളും നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണെന്നുള്ള കാര്യം മറക്കരുത്. അതേ കാര്യം പത്രോസ് തന്റെ ലേഖനത്തിൽ പറയുമ്പോൾ, പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം, പ്രിയമുള്ളവരെ, പ്രവാസികളും പരദേശികളുമായ നിങ്ങൾ. അപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ പ്രവാസികളാണ്, പരദേശികളാണ്. നമ്മൾ വെറും ഒരു യാത്രികർ മാത്രമാണ്. ചിന്തിക്കുക, നമുക്ക് ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഈ ലോകത്തിലേക്ക് നമ്മുടെ ആഗ്രഹവും ശ്രദ്ധയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കണം. വിളിക്കപ്പെട്ട ഭക്തന്മാർക്ക് ദൈവം ആ നല്ല ദർശനം കൊടുക്കും. നമുക്കറിയാം, വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തനിക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്ത് പോയി പാർക്കുമ്പോഴും തന്റെ ജീവിതത്തിലെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ എബ്രായ ലേഖനം 11-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ, അവൻ കൂടാരങ്ങളിൽ പാർത്ത് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കണ്ടോ, ദൈവം പണിതുകൊണ്ടിരിക്കുന്ന അടിസ്ഥാനമുള്ള നഗരം, അത് പുതിയ യെരുശലേമിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതാണ് നമ്മുടെ ആഗ്രഹം. നമ്മൾ അതിന്റെ അതേ അധ്യായം എബ്രായർ 11-ന്റെ 14 മുതൽ 16 വരെയോടെ വായിക്കട്ടെ. സ്തോത്രം. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. കണ്ടോ, അപ്പോൾ യഥാർത്ഥ രക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരു നഗരം ഒരുക്കിയിട്ടുണ്ട്. ആ നഗരത്തിലേക്കുള്ള യാത്രയിലാണ് നാം. നമ്മൾ ഇന്ന് പരദേശികളാണ്. ഇവിടെ നമുക്ക് ഒരു നഗരമില്ല. എന്നാൽ നമുക്ക് വേണ്ടി ഒരു നഗരം ദൈവം ഒരുക്കിയിട്ടുണ്ട്. അതേ എബ്രായർ 13-ന്റെ 14 വായിക്കുമ്പോൾ, അതോടെ ഞാൻ വായിച്ചേക്കാം. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അപ്പോൾ വരുവാനുള്ള നഗരത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മരണമെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പിതൃദേശത്തേക്കുള്ള നമ്മുടെ യാത്രയാണ്. നമ്മൾ എത്രയും വേഗം പിതൃദേശത്തങ്ങം എത്താൻ പോകുകയാണ്. ആ ദേശം എന്നുള്ളത് അതിസുന്ദരമായ ഒരു ദേശമാണ്, അതിമനോഹരമാണ്. ഞാൻ ആർമിയിലായിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടിലേക്ക് അവധിക്ക് വീട്ടിൽ പോകുന്ന ആ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവധിയുടെ ദിവസങ്ങൾ അടുത്ത് വരുന്തോറും ആനന്ദം വർദ്ധിക്കുക. അത് എപ്പോഴും ഈ കാര്യങ്ങൾ ഓർക്കുമ്പോൾ, നമ്മുടെ ആ സ്വർഗീയ ഭവനത്തിലേക്കുള്ള ആ യാത്രയുടെ കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഉള്ളത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകാറുണ്ട്. എപ്പോൾ ചെന്ന് കർത്താവിൻ്റെ തിരുമുഖം കാണുവാൻ ഇടയാകും, ആ തിരുമുഖത്തെ ഒന്ന് ചുംബിക്കുവാൻ ഇടയാകും, അവിടുത്തോടു കൂടെ സന്തോഷിപ്പാൻ ഇടയാകും.
എത്ര വലിയ കാര്യമാണ് പ്രിയമുള്ളവരെ. നമുക്കറിയാം പുതിയ യെരൂശലേം എന്നുള്ളത് അത് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന നഗരമാണ്. വളരെ വിലപ്പെട്ട കാര്യമാണ്. നമ്മൾ വെളിപ്പാട് 21, 22 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ അത് വർണ്ണിക്കാൻ കഴിയില്ല. അതൊന്ന് ശരിയായ നിലയിൽ മനസ്സിലാക്കാനായിട്ട് ആർക്കും ഈ ലോക ജീവിതത്തിൽ വസിക്കുമ്പോൾ ശരിയായി കഴിയില്ല. ഒരു ഏകദേശ രൂപമൊക്കെ ചില കാര്യങ്ങളിൽ ലഭിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, നമ്മുടെ പിതൃദേശം മൂന്നാം സ്വർഗത്തോട് എടുക്കപ്പെട്ട പൗലോസ്ലീഹായ്ക്ക് അവിടെയുള്ള എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയാനായിട്ട് എനിക്ക് ധൈര്യം ഉണ്ടായില്ല. കാരണം അത് അതുല്യമായ കാര്യങ്ങൾ. അതിനെ പറയുവാൻ തക്കവണ്ണമുള്ള ഒരു ശബ്ദം, ഒരു അക്ഷരം ഈ ലോകത്തിലില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭൂമിയുള്ളത് നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, സ്വർഗത്തിലുള്ള കാര്യം പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവുമെന്ന് കർത്താവ് തന്നെ ചോദിക്കാൻ കാര്യമല്ല. പ്രിയമുള്ളവരെ, സ്വർഗം നമ്മുടെ സ്വദേശമാണ്. നമ്മൾ ഈ ലോകത്തിൽ പരദേശികളാണ്. അപ്പോൾ മരണം വഴിയാണ് നമ്മൾ ഈ നമ്മുടെ സ്വദേശത്തിലേക്ക് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മരണം നമുക്ക് എന്തായിരിക്കും? വളരെ സന്തോഷപ്രദമായിരിക്കും. അപ്പം നമ്മളിവിടെ കണ്ട 5 പോയിന്റുകളും ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിച്ചോട്ടെ. നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ഈ മരണം എന്ന് പറഞ്ഞാൽ ഒരു ഉറക്കം മാത്രമാണ്. രണ്ടാമത് നമ്മൾ കണ്ടത് ഈ മരണം എന്നുള്ളത് ഒരു ഗ്രഹപ്രവേശനമാണ്. ഗ്രഹപ്രവേശനം നമ്മളായിരിക്കുന്നതെന്നും മോശമായതിലേക്കല്ല, ഏറ്റവും നല്ലതിലേക്ക്. മൂന്നാമത് നമ്മൾ കണ്ടത് നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ആ വ്യക്തിയുടെ അടുക്കിലേക്കുള്ള നമ്മുടെ യാത്രയാണ് മരണം. നമ്മൾ ചിന്തിക്കുക, നമ്മൾ സ്നേഹിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവൻ ആരാണ്? നമ്മുടെ കർത്താവല്ലേ. അപ്പോൾ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന യാത്രയാണ് മരണം എന്നുള്ളത്. നാലാമതേ നമ്മൾ കണ്ടത് മരണം എന്നുള്ളത് ഒരു വിശ്രമമാണ്. കാരണം ഈ ലോകത്തിൽ കർത്താവിൻ്റെ സാക്ഷിയായി നമുക്ക് അനേക നിലകളിൽ അനേക കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു വിശ്രമത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ്. മരണം ഒരു വിശ്രമമാണ്. അഞ്ചാമത്തെ കാര്യം നമ്മുടെ പിതൃദേശത്തേക്കുള്ള നമ്മുടെ യാത്രയാണെന്നുള്ള നമ്മുടെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് സ്വർഗം നമ്മുടെ സ്വദേശം, ഈ ഭൂമിയിൽ നമ്മൾ പരദേശികൾ. അങ്ങനെയുള്ള ആ പരദേശവാസം കഴിഞ്ഞിട്ട് നമ്മുടെ സ്വദേശത്തേക്ക് പോകുന്ന ഒരു യാത്രയാണ് മരണം എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിലൂടെ കാണുന്നത്. അപ്പോൾ ഞാൻ എല്ലാ ദൈവമക്കളെയും ഓർപ്പിക്കട്ടെ, നമുക്ക് ഈ നിലയിലാണ് മരണമെങ്കിൽ നമുക്ക് സന്തോഷിപ്പാൻ വകുപ്പില്ലേ? നാം സന്തോഷിക്കേണ്ടവരല്ലേ? വ്യക്തിപരമായി നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം എന്നാണ് എനിക്കുള്ള എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടാകും, അത് വ്യത്യസ്തമായിരിക്കാം, അതിന് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. എങ്കിലും നമ്മൾ ഈ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്നതും കർത്താവിനോടുകൂടി ആയിരിക്കുന്നതും നമുക്ക് ഏറ്റവും സന്തോഷപ്രദമായിരിക്കും. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളും മരണത്തോടടുക്കുമ്പോൾ, മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഭീരുക്കളാകാതെ, ഭയചകിതരാകാതെ ധൈര്യമായി സന്തോഷത്തോടെ അതിനെ നമുക്ക് പുലരാം, അതിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. അങ്ങനെ നിത്യതയുടെ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരാം. അതിനായി ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ നാമത്തിന് എപ്പോഴും മാത്രം ഉണ്ടാകട്ടെ. ആമേൻ.